റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഈമാൻ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ഒരാൾക്ക് നുകരാൻ കഴിയണമെങ്കിൽ 3 കാര്യം അയാളിൽ ഉണ്ടാകണമെന്ന് റസൂല് പറഞ്ഞു. ആ 3 കാര്യം, അതിൽ നിന്ന് ഒന്നാമതായിക്കൊണ്ട് റസൂല് പറഞ്ഞത് അല്ലാഹുവും അവന്റെ റസൂലും അവനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കണം എന്നത് തന്നെയാണ്. അല്ലാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുണ്ടെങ്കിലേ അയാൾക്ക്, ആ മനുഷ്യന് ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. മാത്രമല്ല, സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ. നിങ്ങളുടെ പിതാക്കന്മാര്, നിങ്ങളുടെ സന്താനങ്ങള്, നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ കുടുംബങ്ങള്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ നിങ്ങള് നഷ്ടം വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്, ഇതിനെല്ലാം, അതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്, ഇതിനേക്കാളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കണം, അവന്റെ റസൂലിനോടായിരിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടായിരിക്കണമെന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഇനി അങ്ങനെയല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ കാത്തിരുന്നോ എന്ന് കൂടി ഒരു വാണിങ് അള്ളാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, തന്നേക്കാൾ പ്രിയപ്പെട്ടത്, തന്റെ ഇണയേക്കാൾ പ്രിയപ്പെട്ടത്, തന്റെ കുടുംബത്തെക്കാൾ പ്രിയപ്പെട്ടത് അള്ളാഹു ആയിരിക്കണം, അള്ളാഹുവിന്റെ റസൂലായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചാല് തന്റെ മെഹബൂബിന് വേണ്ടിയിട്ട് എന്തും അയാൾ അനുസരിക്കും. ആ മെഹബൂബ് എന്താണോ പറയുന്നത്, ആ മെഹബൂബിന്റെ കൽപ്പന എന്താണോ അതെല്ലാം പൂർണ്ണമായിട്ട് അനുസരിക്കും. അയാൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ അത് കൊടുക്കാൻ അയാൾ തയ്യാറാണ്. അയാൾ ഇഷ്ടത്തിനൊത്താണ് ഇയാളുടെ ജീവിതം ഉണ്ടാവുക. അങ്ങനെയാണ് മെഹബൂബികൾ തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ആ ബന്ധം. എങ്ങനെയാണ്? നമ്മൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അള്ളാഹു ചോദിക്കുന്നത് എന്തും കൊടുക്കാനും അള്ളാഹു പറയുന്നത് എന്തും അനുസരിക്കാനും നമ്മുടെ മനസ്സ് തയ്യാറാണോ? എങ്കിലേ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരായി മാറുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു എന്ത് പറഞ്ഞോ അത് മറ്റൊന്ന് ചിന്തിക്കാതെ ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു. അള്ളാഹു എന്ത് ചോദിച്ചോ അത് കൊടുക്കാൻ തയ്യാറായ വ്യക്തിത്വമായി. നമുക്കറിയാലോ, ചോദിച്ചത് തൻ്റെ മകന് വേണ്ടിയായിരുന്നു. ആ മകനെയായിരുന്നു ചോദിച്ചത്. എന്താ പടച്ചോൻ എന്നോട് അങ്ങനെ ചോദിച്ചതെന്ന് ചിന്തിക്കാതെ പടച്ചോൻ ചോദിച്ചത് കൊടുക്കാൻ തയ്യാറായ ഒരു മഹാ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും കണ്ടതും അങ്ങനെ തന്നെയാണ്. അതുപോലെ നമുക്കും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മൾ പടച്ചോൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലാവുകയുള്ളൂ. നമ്മളോട് ചില കാര്യങ്ങൾ പടച്ചോൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് കാലമായി നമ്മൾ ജീവിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ കഴിയുമ്പോൾ അള്ളാഹു നിർബന്ധമായിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 25 മിനിറ്റ് എങ്കിലും, 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയമെങ്കിലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കണം. അപ്പോഴാണ് പടച്ചോന് നമ്മളുമായിട്ടുള്ള ബന്ധം, ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മൾക്ക് പടച്ചോൻ നൽകിയ നമ്മുടെ സമ്പത്ത് അത് നമ്മൾ അധ്വാനിച്ചെടുക്കുന്നു. എന്നിട്ട് പടച്ചോൻ പറയുന്നു അതിൻ്റെ 2.5% നിശ്ചിത വ്യവസ്ഥയോടെ കൂടിയിട്ട് എൻ്റെ മാർഗത്തിലേക്ക് നീ തരണം.
കണക്ക് നോക്കി കൊടുക്കുന്നവർ എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതുപോലെ നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ വീടിന്റെ ടാക്സ് നമ്മൾ അടക്കുന്നുണ്ട്, നമ്മുടെ വാഹനത്തിന്റെ ടാക്സ് അടക്കുന്നുണ്ട്, നമ്മൾ താമസിക്കുന്ന നമ്മുടെ പറമ്പിന്റെ ടാക്സ് നമ്മൾ അടക്കുന്നുണ്ട്. ഇതൊന്നും ആ ഗവൺമെന്റിനെ സ്നേഹിച്ചത് കൊണ്ടല്ല, മറിച്ച് നിയമമാണത്. അല്ലാഹു തആലയുടെ നിയമം അംഗീകരിക്കേണ്ടത്, അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. ആ അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആ രീതിയിലാണ്. അല്ലാതെ നാം എന്തെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കൽ കൊണ്ടോ മാഷാ അല്ലാ എന്ന് നമ്മുടെ വാഹനത്തിലോ വീട്ടിലോ സ്റ്റിക്കർ വെക്കൽ കൊണ്ടോ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ പതിക്കൽ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള പ്രകടനങ്ങൾ കൊണ്ടോ അല്ല അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പരിപൂർണമായി അനുധാവനം ചെയ്തുകൊണ്ടുമാണ്. അങ്ങനെയാണ് അല്ലാഹു തആല ഖുർആനിൽ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ യുവത്വവും നമ്മുടെ വാർദ്ധക്യവും എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് വിനിയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെ ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. ഇനി അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ എന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? എന്തൊരു നേട്ടമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ഒരു മനുഷ്യനെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്കിനെ വിളിച്ച് പറയുന്നു, ജിബ്രീൽ, ഞാൻ ഇന്ന ഒരു മനുഷ്യനെ ഭൂമിയിൽ ഇന്ന രാജ്യത്ത് ഇന്ന സംസ്ഥാനത്ത് ഇന്ന ജില്ലയില് ഇന്ന താലൂക്കില് ഇന്ന പഞ്ചായത്തില് ഇന്ന വാർഡില് ഇന്ന വീട്ടില് ഇന്ന ആളുടെ മകൻ ഇന്ന ആളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പടച്ചോന് തെറ്റൊന്നും പറ്റുകയില്ല. കുറെ മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഏത് മുഹമ്മദാണ് തിരിച്ചറിയാൻ കഴിയാതിരിക്കില്ല. ഇന്ന ആളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, എനിക്ക് അയാൾ ഇഷ്ടമാണ്. പടച്ചോൻ പറയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട്, അതുകൊണ്ട് ജിബ്രീൽ താങ്കളും ആ മനുഷ്യനെ സ്നേഹിക്കണം. ഈ ഹദീസ് പറഞ്ഞെടുത്ത് അതിന്റെ മുഫസ്സിറുകൾ മുഹദ്ദിസുകൾ അതിനെ വ്യാഖ്യാനിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം ഈ മനുഷ്യന് ഏതോ ഒരു കുടിലിൽ താമസിക്കുന്ന ഏതോ ഒരു മനുഷ്യനെ അയാൾക്ക് വേണ്ടിയിട്ട് വാനലോകത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് എന്നാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചെടുത്ത് മുഹദ്ദിസുകൾ പറഞ്ഞത്. മലായിക്കത്തുകൾക്കിടയിൽ ആ മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ മഹത്വം പറയലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്നേഹമെന്ന് മുഹദ്ദിസുകൾ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് എത്താൻ കഴിയുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളെയും വിളിച്ചിട്ട്, ദാ ഇന്ന ആളെ അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട്, ഞാനും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളും സ്നേഹിക്കണമെന്ന്. അവിടെ റസൂല് നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അങ്ങനെ പടച്ചോൻ സ്നേഹിച്ചാല്, മലക്കുകൾ സ്നേഹിച്ചാല് അല്ലാഹു തആല ഭൂമിയിൽ ആ മനുഷ്യനൊരു അംഗീകാരം കൊടുക്കുകയാണ്. ഒരു അംഗീകാരം കൊടുക്കുകയാണ്. മുഹദ്ദിസുകൾ പറഞ്ഞു, അവനോടെല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിലൊരു സ്നേഹമായിരിക്കും. അവൻ പറയുന്നത് നന്മയായിരിക്കും, നന്മ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജനങ്ങളുടെ ഭാഗത്ത് പോലും ലഭിക്കുകയും അങ്ങനെ അവനൊരു അംഗീകാരം കിട്ടുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമുക്ക് മെത്തണ്ടേ ആ കാറ്റഗറിയിലേക്ക്? ആലോചിച്ച് നോക്കണം നമ്മൾ. നേരെ മറിച്ച് ഒരാളെ അല്ലാഹു തആല കോപിച്ചാലോ ഒരാളോട് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല, അല്ലാഹു തആല കോപകുലനാണ് ആ മനുഷ്യന്റെ കാര്യത്തിൽ, എങ്കിലും നേരത്തെ ജിബ്രീലിനെ വിളിച്ചതുപോലെ വിളിക്കുന്നു, ജിബ്രീലിനോട് വിഷയം പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മലായിക്കത്തുകളെ വിളിക്കുന്നു. അവരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇന്ന ആളെ പടച്ചോൻ ഇഷ്ടമില്ല, അല്ലാഹു തആലക്ക് കോപമാണ്, അതുകൊണ്ട് നിങ്ങൾ കോപിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ മനുഷ്യനെ അല്ലാഹു തആല ഭൂമിയിൽ എല്ലാവരുടെയും മനസ്സുകൊണ്ട് വെറുക്കപ്പെട്ട ഒരാളായി മാറ്റപ്പെടുമെന്ന് പറയുമ്പോഴേ ചിലപ്പോൾ മുഖത്തൊക്കെ നോക്കി പരസ്പരം നോക്കിയൊന്ന് ചിരിക്കുകയായിരിക്കും, പക്ഷെ ഉള്ളിൽ അയാൾക്ക് വലിയൊരു അംഗീകാരമൊന്നുമില്ല സമൂഹത്തിൻ്റെ ഇടയിൽ. അങ്ങനെ ആക്കി കളയുമെന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ.
അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ